2000 സെപ്റ്റംബറിലാണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ അതിനു മുമ്പ്, അതായത് 99-ലാണ് ഋത്തിക്കിനെയും കരീന കപൂറിനെയൊക്കെ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഇവരുടെ ആദ്യത്തെ സിനിമകൾ റിലീസ് ആയിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബർ 2000 തുടങ്ങുന്ന സമയം എത്തിയപ്പോഴേക്കും ഋത്തിക് റോഷന്റെ കഹോനെ പെർഹെ എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമ ആ വർഷം ജനുവരിയിൽ റിലീസായി. അത് സൂപ്പർ ഹിറ്റായി. നമുക്കറിയാം ഋത്തിക് റോഷൻ എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഒരു വരവും അദ്ദേഹം എന്താ പറയാ, ഇന്ത്യ മുഴുവനും ബോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ഞെട്ടിച്ച ഒരു താരമായി മാറിയതൊക്കെ ആ ഒരൊറ്റ സിനിമയിലൂടെയാണ്. ആ ഒരു സിനിമയുടെ പാട്ടുകളൊക്കെ നമുക്കറിയാം എത്രത്തോളം ആ ഒരു പാട്ടുകളൊക്കെ എവിടെ കൊണ്ട് ആ സിനിമയിൽ എത്തിച്ചു എന്നുള്ളത്. ആ ഒരു സിനിമ ജനുവരിയിൽ റിലീസായെങ്കിലും ആ ഒരു ഏപ്രിൽ വീണ്ടും അത് റിലീസ് ചെയ്തിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ തിയേറ്ററിൽ കാണുന്നത് ഏപ്രിലാണത്. ഏപ്രിൽ വീണ്ടും കേരളത്തിൽ ഒന്നുകൂടി ആ ഒരു വെക്കേഷൻ സമയത്ത് ഇറങ്ങിയിരുന്നു. ആ സമയത്തൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാം എത്രത്തോളം ഋത്തിക്കിന്റെ ഒക്കെ ആ ഒരു പാട്ടുകളൊക്കെ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ട്രെൻഡായിരുന്നു എന്നുള്ളത്. അപ്പോൾ കരൺ ജോഹർ പറയുന്നത് ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഷാറൂഖ് ഖാനും കജോളുമാണ് താരങ്ങൾ, ഋത്തിക്കിനെയും കരീനേയും ആരും അറിയില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഇപ്പോഴേക്കും ഋത്തിക്കിന്റെ സിനിമ, ഒറ്റ സിനിമ കൊണ്ട് ഋത്തിക്ക് ഭയങ്കര സ്റ്റാർ ആവുകയും ഈ പറയുന്ന ഷാറൂഖ് ഖാന്റെ ഇടയ്ക്ക് 1-2 സിനിമകൾ അത്ര വലിയ വിജയമല്ലാതെ പോയി. എനിക്ക് തോന്നുന്നു മോഹബത്തേൻ എന്ന തിയേറ്ററിൽ അതിന് മുമ്പ് ഇറങ്ങി അത്ര വലിയ വിജയമല്ലായിരുന്നു തോന്നുന്നു. എന്തായാലും ഇത് കരൺ ജോഹറിന്റെ ഒരു ആത്മകഥയിൽ അധികം എഴുതിയിരുന്നതാണ്. അപ്പൊ ഷാറൂഖിന്റെ 1-2 സിനിമകൾ അത്ര വലിയ വിജയമല്ലാതെ വന്നതും ഷാറൂഖ് ഖാനെ ചെറിയ രീതിയിൽ ഒന്ന് അപ്സെറ്റ് ആക്കിയിരുന്നു. അതുകൂടാതെ പിന്നെ ഈ പറയുന്ന ഋത്തിക് റോഷന്റെ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പൊ കൂടുതൽ മീഡിയാസ് ഒക്കെ ഋത്തിക്കിനെയും ഷാറൂഖ് ഖാനും തമ്മിൽ കമ്പയർ ചെയ്യുകയും ഷാറൂഖ് ഖാന്റെ ഒരു സ്പേസിലോട്ട് ഋത്തിക്ക് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കുറെ ചർച്ചകളൊക്കെ വരുന്നത് അതത്ര ഹെൽത്തി അല്ല എന്നുള്ളത് ഇവർക്ക് തോന്നി. ആ ഒരു ലൊക്കേഷനിലൊക്കെ ഋത്തിക്കിനെ, പിന്നെ ഋത്തിക് എന്നൊരു പുതുമുഖം ആയതുകൊണ്ടും സിനിമാ കുടുംബമാണെങ്കിൽ പോലും ഇവരായിട്ടൊന്നും അത്ര അടുപ്പില്ലാത്തതുകൊണ്ട് ഋത്തിക് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഋത്തിക് അഭിനയിക്കാൻ വരുമ്പോൾ ഋത്തിക്കിന് അങ്ങനെ ആരും കമ്പനിയില്ല. ഷാറൂഖും കജോളും ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവർ അവരുടേതായ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ട്. അവർ വേറെ മാറിയിരിക്കുന്നു. പിന്നെ ബച്ചൻ കുടുംബമായിട്ടൊന്നും ഋത്തിക്കിന് അത്ര വലിയ അടുപ്പമില്ല. അപ്പൊ ഋത്തിക്കിന്റെ ഏറ്റവും അടുപ്പം എന്ന് പറയുന്നത് ഉദയ് ചോപ്രയും പിന്നെ കരൺ ജോഹറാണ്. അപ്പൊ ഉദയ് ചോപ്ര ഇവരുടെ ഫ്രണ്ടാണ്. നമുക്കറിയാം ഉദയ് ചോപ്ര എന്ന് പറയുന്ന നടനെ കുറിച്ചൊക്കെ. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞു ഞാനാണ് ഋത്തിക്കിന് കൂടുതൽ കമ്പനി കൊടുത്തത്, ഋത്തിക്കിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയതൊക്കെ.